ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 136 സങ്കീർത്തനം 1-ാം വചനത്തിൽ കർത്താൻ നന്ദി പറയുവൻ, അവിടെ നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്നുള്ള തിരുവചനമാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ 136-ാം അധ്യായത്തിൽ വായിക്കുക. കർത്താവിൻ്റെ വലിയ കരുണ ലോകമെമ്പാടും പറഞ്ഞ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ച പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം സംസ്കരിക്കുന്ന വലിയ ചടങ്ങിൽ പ്രാർത്ഥനയോടെ ലോകമെമ്പാടും അതിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വളരെ പ്രത്യേകമായിട്ട് ഫൗസ്തീന പുണ്യവതിയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കരുണയുടെ തിരുനാൾ കൂടി ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഇവിടെ ഈ പോളണ്ടിലെത്തി കർത്താവിൻ്റെ വലിയ കരുണയുടെ തിരുനാളിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ ദൈവം നൽകിയിരിക്കുകയാണ്. ഇവിടെ വന്നെത്തിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളിലേക്ക്, പ്രത്യേകമായിട്ട് കഠിനമായ പാപികളിലേക്ക്, മനസ്സ് തകർന്നിരിക്കുന്നവരിലേക്ക്, സങ്കടപ്പെട്ടിരിക്കുന്നവരിലേക്കെല്ലാം ഒഴുകിയെത്താൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്നിടത്തോളം കരുണയുടെ ജപമാല ചൊല്ലി ഇന്നും നാളെയുമൊക്കെയായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കരുണ ചോദിക്കാം. കർത്താവെ, നീതിമാനായ ഒരുവൻ പോലും ഭൂമുഖത്തില്ല എന്ന് തിരുവചനം വായിക്കുമ്പോൾ വാക്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും ചിന്തയിലുമൊക്കെ പാപത്തിന് വീണുപോകാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ കരുണ ഒഴുകപ്പെടുവാൻ ഈശോയെ അവിടുന്നൊപ്പം ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈശോ നമ്മളോട് ദയ കാണിക്കട്ടെ. ഈശോ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.